കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലം വിട്ടുമാറുന്നില്ല എന്ന് വേണം പറയാൻ. ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഭാര്യയുടെ പരാതിയെ തുടർന്ന് ഗണേഷ് ഒന്ന് നാറി നാണം കെട്ടത്. അന്ന് മാപ്പ് പറഞ്ഞ് തടി രക്ഷിച്ചെങ്കിലും ദാ അടുത്ത പണി വീണ്ടും ഗണേഷിനെ തേടി എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ ഒരു മാപ്പിലൊന്നും ഇത് തീരില്ല. തന്റെ രാഷ്ട്രീയ തട്ടകമായ പത്തനാപുരത്ത് ഗണേഷിന് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഗണേഷിന്റെ ഏകാധിപത്യപരമായ രീതികൾക്കെതിരെ സ്വന്തം അണികൾ തന്നെ കലാപക്കൊടി ഉയർത്തിയതോടെയാണ് ഈ അപ്രതീക്ഷിത നീക്കം നടന്നിരിക്കുന്നത്. പത്തനാപുരം NSS യൂണിയനിൽ കാലങ്ങളായി ഗണേഷ് കുമാറിനുണ്ടായിരുന്ന അപ്രമാദിത്വത്തിനാണ് ഇപ്പോൾ വലിയ വിള്ളൽ വീണിരിക്കുന്നത്. താലൂക്ക് യൂണിയനിലെ 19 അംഗ ഭരണസമിതിയിൽ 10 പേർ ഒറ്റയടിക്ക് രാജിവെച്ചതോടെയാണ് കാര്യങ്ങൾ ഗണേഷിന്റെ കൈവിട്ടുപോയത്. ഭൂരിഭാഗം അംഗങ്ങളും പടിയിറങ്ങിയതോടെ സമിതിക്ക് തുടരാനാവശ്യമായ കോറം നഷ്ടമാവുകയും NSS രജിസ്ട്രാർ ഭരണസമിതി പിരിച്ചുവിടാൻ ഉത്തരവിടുകയുമായിരുന്നു. ഇത് വെറും ഒരു രാജി മാത്രമല്ല, ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവിനോടുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനം കൂടിയാണ്. പത്മ കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങളും ക്രമക്കേടുകളും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിൽ ഭരണസമിതി അംഗങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി നിലനിന്നിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഗണേഷിന്റെ പ്രവർത്തന ശൈലിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് രാജിവെച്ചവർ ഉന്നയിക്കുന്നത്. സംഘടനയ്ക്കുള്ളിൽ ഗണേഷ് കുമാർ ഒരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്നും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും നൽകുന്നില്ലെന്നുമാണ് ഇവരുടെ പരാതി. സമുദായ സംഘടനയെ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. താലൂക്ക് യൂണിയനിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്നും എല്ലാം ഭദ്രമാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ആ വാക്കുകളുടെ ചൂടാറും മുൻപേ സ്വന്തം കൂടെയുള്ള 10 പേർ തന്നെ തള്ളിപ്പറഞ്ഞ് പടിയിറങ്ങിയത് ഗണേഷിന് പൊതുസമൂഹത്തിനു മുന്നിൽ വലിയൊരു മാനക്കേടായി മാറിയിരിക്കുകയാണ്. പത്തനാപുരത്തെ നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ ഗണേഷിനുണ്ടായിരുന്ന സ്വാധീനത്തെ ഈ സംഭവം കാര്യമായി ബാധിക്കുമെന്നുറപ്പാണ്. നിലവിൽ യൂണിയന്റെ ചുമതല തങ്കപ്പൻ പിള്ള ചെയർമാനായുള്ള പുതിയ അഡ്ഹോക് കമ്മിറ്റിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവർ ഇന്ന് വൈകുന്നേരത്തോടെ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതോടെ താലൂക്ക് യൂണിയനിലെ ഗണേഷിന്റെ ഔദ്യോഗിക പദവികൾ നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹം നിലവിൽ ജനറൽ ബോഡിയിൽ തുടരുമെങ്കിലും ഭരണസമിതിയുടെ നിയന്ത്രണം കൈവിട്ടുപോയത് രാഷ്ട്രീയമായി വലിയൊരു ക്ഷീണം തന്നെയാണ്. മന്ത്രിസ്ഥാനം കൈയാളുന്ന ഈ കാലയളവിൽ തന്നെ ഇത്തരത്തിൽ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങളും സംഘടനയ്ക്കുള്ളിലെ തിരിച്ചടികളും വരുന്നത് ഗണേഷ് കുമാറിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സമുദായ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധം ഇതിനു മുൻപ് ഗണേഷ് കുമാർ പത്തനാപുരത്ത് നേരിട്ടിട്ടുണ്ടാകില്ല. സ്വന്തം മണ്ഡലത്തിലെ വിശ്വസ്തർ പോലും കൈവിട്ടു പോകുന്ന അവസ്ഥ ഗണേഷിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. പത്തനാപുരം NSS യൂണിയൻ പിരിച്ചുവിട്ടത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിതെളിക്കുമെന്നുറപ്പാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി പത്രങ്ങൾ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.